തൃപ്പങ്കോട് തൊഴുതിട്ട് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി. ഇതെല്ലാം സാമൂതിരിയുടെ ഡയറക്റ്റ് നടത്തുന്നില്ലേ, നടത്തുന്ന ക്ഷേത്രമാണ് തൃപ്പങ്കോടും ആലത്തിയൂരും ഒക്കെ. അപ്പം നമുക്കിനി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഈ ക്ഷേത്രത്തിൽ ഹനുമാനാണ് പ്രതിഷ്ഠയെങ്കിലും ഹനുമാൻ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നതെങ്കിലും മുഖ്യ പ്രതിഷ്ഠ ശ്രീരാമനാണ്. അവിടുത്തെ ശ്രീരാമൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ സീതാന്വേഷണത്തിന് ഹനുമാൻ പോകുന്ന സമയത്ത് സീതയോട് പറയാനുള്ള അടയാളവാക്യം പറഞ്ഞു വിടുന്ന രീതിയിലാണ് ആ പ്രതിഷ്ഠ. തൊട്ടടുത്ത് തന്നെ ഹനുമാൻ ഇരിപ്പുണ്ട്. ഹനുമാൻ്റെ തല ഇച്ചിരി ചരിച്ച് വെച്ചിട്ടേക്കുന്നത് ശ്രീരാമൻ പറയുന്ന കാര്യം കേൾക്കാൻ കണക്കാക്കിയാണ് അങ്ങനെ തല ചരിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ലക്ഷ്മണനെ അതിനകത്ത് വെച്ചേക്കുന്നത് വെളിയിലാണ്, ഉപദേവതയായിട്ടുണ്ട്. കാരണം ഹനുമാനോട് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ലക്ഷ്മണൻ കേൾക്കരുതെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് മാറ്റിയാണ് ലക്ഷ്മണനെ വെളിയിലാണ് വെച്ചേക്കുന്നത്, അകത്ത് വെച്ചിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത് ഹനുമാൻ സ്വാമി സമുദ്രലംഘനം ചെയ്തതിന് സങ്കല്പം കരിങ്കൽ സമുദ്രമായി സങ്കല്പിക്കുന്നു. കരിങ്കൽ ചവിട്ടാതെ ചാടുക, തറയിൽ ഇരിക്കരുത്, പുല്ലിൽ ചവിട്ടരുത്, പൂക്കൾ പറിക്കരുതാണ്. ഇതാണ് അതിൻ്റെ സങ്കല്പം. ഇവിടെ നിന്ന് സമുദ്രം ഇതായിട്ട് സങ്കല്പമായിട്ട് ഇല്ല, അത് ഞാൻ വായിച്ചതാ. ഇത് ഈ കാണുന്ന കല്ല് കാണിക്കുന്നത് ഏത് ഈ കല്ലില്ലേ, ഈ കല്ലേ ചവിട്ടാതെ അങ്ങോട്ട് പോയി ഇവിടുന്ന് ഈ കല്ലേ ചവിട്ടാതെ അപ്പുറത്ത് ചാട്ടണം. അപ്പോൾ സമുദ്രലംഘനം നടത്തിയതിൻ്റെ ആയിട്ടുള്ള സങ്കല്പമാണ് ഈ കല്ലിനുള്ളത്. എല്ലാം ഇവിടെ തിരുനാവായ വന്നാൽ കാണാൻ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പറ്റുന്നിടത്തോളം കണ്ട് നിങ്ങളെ ഷെയർ ചെയ്യാം. എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഒരുപാട് വീഡിയോസ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് തിരുനാവായ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറുന്ന രണ്ടാമത്തെ തൃപ്പങ്കോട് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹനുമാൻ്റെ കയറി. ഇവിടെ ഒരു ഗരുഡ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അമ്പലം അടയ്ക്കുമെന്നാണ് പറഞ്ഞ് പറ്റിയ കയറി കാണാം, അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ കയറി കാണാം. ഗരുഡ പ്രതിഷ്ഠയല്ല, ഗരുഡൻ്റെ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം ഗരുഡനുണ്ട്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലം, മഹാവിഷ്ണു ഉപദേവനായിട്ടിവിടെ ലക്ഷ്മണനുണ്ട്, സൈഡിലുണ്ട്. ഇനി നമുക്ക് ലക്ഷ്മണന് വെളിയിലുള്ള ഇടം തിരുനാവായി വരുന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കയറി കാണാമെങ്കിൽ നല്ല. ഒരു ദിവസം നിൽക്കാമെങ്കിൽ വൈകിട്ട് വന്ന് തിരുനാവായ തൊഴും. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയാൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം കണ്ടുപോകാം. 11 മണി വരെ 11 മണിക്ക് 11:30 വരെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. ഒക്കെ അടുത്തടുത്താണ്. പ്ലാനിങ്ങോടുകൂടി ഇറങ്ങിയാൽ ഇതെല്ലാം കണ്ടുപോകാം. എൻ്റെ അമ്പലത്തിൻ്റെ വേണ്ടി ഈ സൈഡിലാണ് ലക്ഷ്മണൻ ഇരിക്കുന്നത്. നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മണൻ. പുറത്തോട്ട് മാറ്റിയിരുത്തതിൻ്റെ ആ ഒരു ജാലി നടക്കാനേക്ക് മറ്റേ രഹസ്യം പറയുന്നത് അറിയാതിരിക്കാനാണ് പുറത്ത് മാറ്റിയിരുത്തിയത്. പിന്നെ ഇപ്പോൾ എന്ത് ഗോപുരം പണിയുന്നുണ്ട്. നമുക്ക് ശരിക്കും വടക്കേ നടക്കൂടാണ് അകത്തേക്ക് കയറുന്നത്. മറ്റേ കിഴക്കേക്കട തന്നെ കിഴക്കേ വശത്ത് തന്നെ കയറായിരുന്നു. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട്. ഇനി ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞത് ആലത്തിയൂർ തന്നെ ഗരുഡൻ്റെ അമ്പലമാണ്. പക്ഷെ അത് അടച്ചു ഇപ്പോഴെന്നാണ് പറയുന്നത്. 10:30 അടയ്ക്കും. ഇപ്പോൾ 12 മണിയായി. 11 മണിക്ക് ചമ്രവട്ടം അടയ്ക്കുമെന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് അങ്ങ് അവിടെ തൊഴാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. അടച്ചിട്ടില്ലെങ്കിൽ കയറി തൊഴാം. ഞങ്ങൾ കണ്ട ചമ്രവട്ടം ശാസ്താ ക്ഷേത്രത്തിൽ 5 മിനിറ്റ് ഞങ്ങൾക്ക് വഴി മിസ്സായിപ്പോയി. അത് കാരണം അമ്പലം അടച്ചു. ഇനി വന്നപ്പോഴത്തേക്ക് എന്നാലും നമുക്ക് അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടേച്ചാൽ നല്ല സ്ഥലം. ഇത് പാലം കയറി വേണം നമ്മൾ അപ്പുറത്തെ എല്ലാം ഇപ്പുറത്ത്. ഇവിടെ താഴെ കുളം, സൈഡിൽ ഭാരതപ്പുഴയുടെ ഭാഗങ്ങൾ കാണാം. ഞങ്ങൾ ജസ്റ്റ് മിസ് ഇവിടെ.
ജസ്റ്റ് മിസ്സാവും. ഒരു സെക്കൻഡ് വഴി മാറിപ്പോയോണ്ട് ശാസ്താവ് പറഞ്ഞു പോയേച്ച് വരണം മടക്കൽ. ആ കാര്യമായിട്ട് കാണാൻ വരണേന്ന് പറയാൻ മത്സരിക്കും. ഓടിച്ചിട്ടെന്നെ കാണാൻ വരണ്ട. ഇത് നല്ലൊരു കുളമൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൽ കൂടെ കടന്നാണ് തിരുമേനി അപ്പുറത്ത് പോയേ. അമ്പലമൊക്കെ അടച്ചെങ്കിൽ ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയേ. ഇടിച്ചു പിഴിഞ്ഞ പായസം. നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാൻ കാട് ഓലക്കട കിടപ്പുണ്ട്. നല്ലൊരു സ്ഥലം. പ്രസാദമൊക്കെ കിട്ടി. തൽക്കാലം ഞങ്ങളുടെ വിശപ്പിനൊക്കെ ഒരു ആശ്വാസമായി. ആവശ്യത്തിന് പ്രസാദം കിട്ടി. നല്ല ഇടിച്ചു പിഴിഞ്ഞ പായസം. പിന്നെ ഇവിടെ നേരെ വഴി വന്ന് നിൽക്കുന്ന ഭാരതപ്പുഴയുടെ അകത്തോട്ടാണ്. നല്ല കാറ്റും ഒക്കെ ഉണ്ട് നടക്കാൻ. അതിന് ശാസ്താവിനെ കാണാൻ സമയമായില്ലെങ്കിലും ഇവിടെ നല്ല കൽപ്പടമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇറങ്ങാനുള്ള കൽപ്പടമൊക്കെ ഉണ്ട്. നന്ദി നടക്കാൻ നല്ല സുഖമുണ്ട്. പറഞ്ഞാൽ ശാസ്താവിനെ കാണാനുള്ള സമയമായില്ലെങ്കിലും പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് നല്ലപോലെ കിട്ടുകയും ചെയ്തു. നല്ല പ്രസാദം തന്നെയല്ല, നല്ലപോലെ കഴിക്കാൻ ആവശ്യത്തുള്ള കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കാണാം. ഇതെന്താണ്? ഗണപതി ഹോമം നടക്കുന്ന സ്ഥലമാണ്. ശരിക്കും നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട്. ഒക്കെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം. നല്ല ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയുള്ള അമ്പലം. എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് മിസ്സായി പോയോണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. ഇനി ഗുരുവായൂരങ്ങനെ വന്ന് 2 ദിവസം താമസിക്കാനൊക്കെ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങണം. ഇറങ്ങിയ ഇവിടങ്ങളിലെ അമ്പലം എല്ലാം കണ്ടു പോകും. ഒത്തിരി അമ്പലങ്ങളുണ്ട് കാണാൻ. ഗുരുവായൂർ വന്നൊരു ദിവസം നിന്നിട്ട് വെളുപ്പിനെ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ ഇവിടെ ഗുരുവായൂർ ഇഷ്ടം പോലെ നമ്മൾ കുറെ കണ്ടോ അവിടുത്തെ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൂടുതൽ യാത്രയില്ല ഗുരുവായൂരിൽ നിന്ന് ഇങ്ങോട്ട്. നമുക്കൊരു ദിവസം വന്നേച്ച് ഇവിടെ എല്ലാം ഒന്ന് കണ്ടു പോകണം. അന്ന് കാണുമ്പോഴല്ലോ പിന്നെയും കാണണമെന്നുള്ള ആഗ്രഹം വരുന്നില്ലേ. നല്ലൊരു ഭാരതപ്പുഴയുടെ മുകളിലേക്കുള്ള പാലം വേണ്ടേ. അന്ന് റെയിൽവേ ഇതില്ല, എന്താ മുകളിൽ ഇപ്പോൾ പോകുന്നത്? ചീപ്പിന്റെ ഇതല്ലയോ? ചീപ്പിന്റെ ഇതുണ്ടോ എല്ലാം കൂടെ ചേർന്നത്. നല്ല നീളത്തില് ഭാരതപ്പുഴ നല്ല നീളത്തിലുണ്ട്. ഇങ്ങനെ അറ്റം വരെ ഉണ്ട് ആ പാലം. എന്താ ഞങ്ങൾ ഇത്രയും പാലം അങ്ങേ അറ്റം വരെ പോയേച്ച് തിരിച്ചു വരേണ്ടി വന്നു വഴി തെറ്റിയിട്ട്. അതുകൊണ്ടാണ് അമ്പലം തുറന്ന് കാണാനൊക്കാതെ പോയത്. ഇനിയും ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട് എന്തായാലും ഇവിടെ. എപ്പോഴാണെന്ന് അറിയത്തില്ല. എപ്പോഴെങ്കിലും ഒന്ന് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. വരണം എന്ന് വെച്ചാൽ വരാൻ ആഗ്രഹമുണ്ട്. തൽക്കാലം ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് തിരുനാവായിക്ക് പോയി ഞങ്ങളുടെ റൂമൊക്കെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ഗണപതി, അയ്യപ്പന്, ദുർഗ, ഭദ്രകാളി, ശിവൻ ഇത്രയാണ് പ്രതിമകളുണ്ട്. അത് മാത്രം തൊഴാം. ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. ഞങ്ങൾ കണ്ട് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് അതിനകത്തുണ്ടോ? അപ്പം ഐതിഹ്യമാല വായിച്ചു വന്നാൽ അതിനെ ഇവിടെ വിശദമായിട്ട് അറിയാം. ഞങ്ങൾ കണ്ട് ഈ വെള്ളത്തിൽ കൂടെ ഉണ്ടല്ലോ നടന്നപ്പുറം. വലിയ വെള്ളക്കൂടലൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. നടന്ന് എനിക്കും തിരുമേനിയൊക്കെ ഇവിടെ നടന്ന് അപ്പുറം പോയെന്ന് തോന്നുന്നു. മീനും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് കുളമല്ല ശരിക്കും, ഭാരതപ്പുഴയുടെ ഭാഗമാണ് അപ്പുറം. വെള്ളം ഈ പുല്ല് കയറി കിടക്കുന്നുണ്ട്, അറിയാത്തായിരിക്കും അത്. ഞങ്ങളങ്ങനെ എൻ്റെ ഇതിൽ കൂടെ നടന്ന് ഇവിടെ ഉണ്ടെന്ന് തട പോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്ന് ഇപ്പുറത്തെത്തി. അപ്പം ഞങ്ങളിനി വീണ്ടും
എപ്പോഴെങ്കിലും സമയം പോലെ ഇവിടെ വരാം. അതുവരേക്കും വീണ്ടും ബൈ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് ഇവിടെ കാണാൻ ഇറങ്ങിയ സ്ഥലമുണ്ട്. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത മാമാങ്ക സ്മാരകം മണിക്കിണർ. മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ താവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറ്റിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. നമ്മൾ മുമ്പേ കണ്ട അതിൽ ആദ്യമായിട്ട് ഉള്ള സാധനമാണ് ഈ മണിക്കിണർ. ഞങ്ങളിങ്ങനെ നമ്മുടെ ചമ്പ്രവട്ടത്തുനിന്ന് തിരിച്ചു വരുന്ന വഴി ഇത് കണ്ടിട്ട് വണ്ടി നിർത്തിയൊന്ന് ഇറങ്ങിയതാണ്. ഇതൊന്ന് കാണാം. ഈ മണിക്കിണർ എങ്ങനെ എനിക്ക് നോക്കാം, കണ്ടേച്ച് വരാം. ഇതാണ് മണിക്കിണർ. നമുക്കത് ഒന്ന് കണ്ടേച്ച് വരാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് മണിക്കിണർ. ഇതിനകത്താണ് മൃതദേഹങ്ങൾ ഇട്ടിട്ട് ആനയെ കൊണ്ട് ചവിട്ടി നിറപ്പിച്ചുകൊണ്ടിരുന്നത്. മാമാങ്ക സമയത്ത് ഒത്തിരി മൃതദേഹങ്ങൾ വരുമ്പോൾ ഇതിനകത്തിട്ടിട്ട് ചവിട്ടി നിറയ്ക്കുമായിരുന്നു പറയപ്പെടുന്നത്. അപ്പം നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോകാം. മറ്റേതെങ്കിലും സ്ഥലം കാണാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്ക് വന്ന് കാണാം. ഇവിടെ കണ്ട കാണാനുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം. മണിക്കിണർ, നിലപാട് തറ, മരുന്നറ, ബന്ദർകടവ്, പഴുക്കാമണ്ഡപം, നാവാമുകുന്ദ ക്ഷേത്രം, ചങ്ങമ്പള്ളി കളരി, മെൻഹിർ, താമരക്കായൽ, പട്ടാണി ഷഹീദ് മഹാം, CSI ചർച്ച്, തൃപ്രങ്ങോട് ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി, വൈരങ്കോട് ക്ഷേത്രം, ചന്ദനക്കാവ് ഭഗവതീശ്വരൻ, മേൽപ്പത്തൂർ സ്മാരക മണ്ഡപം. ഇത്രയും സംഭവം ഇവിടെ കാണാനുണ്ട്. ഇതെല്ലാം മാമാങ്ക സ്മാരകങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമാണ്. തിരുനാവായ വന്ന് ഇതെല്ലാം കണ്ടുപോകാം. എല്ലാം കൂടെ ഒരു ദിവസത്തെ പരിപാടിക്കെല്ലാം കണ്ടുവരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് നിലപാട് തറ. അവിടെയും ഏതാണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാളും പിടിച്ച് നിലനിരുന്നത് നിലപാട് തറയിലാണ്. ഇതായിരിക്കും നിലപാട് തറ ഈ കാണുന്നത്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാള് പിടിച്ച് നിന്നിരുന്ന നിലപാട് തറയിലാണ്. അപ്പോൾ ഇതായിരിക്കും ഇത്. ഇത്ര മതി, ഇവിടെ നിന്ന് കണ്ടാൽ മതി. ഇവിടെ ഒരു കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. എന്താണ് ഇതല്ല നിലപാട് തറ. മറ്റേ മരുന്നറയെന്ന് പറഞ്ഞേടാ, ദൂരം ഉണ്ടോ? താഴെ പോണം. നടന്നു പോണം. നിങ്ങൾ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം. അടുത്ത് മരുന്നറ, പക്ഷെ അവിടെ കയറാൻ ഞങ്ങൾക്ക് സമയമില്ല. തിരിച്ച് ഞങ്ങൾക്ക് പോകണം. രാത്രിക്ക് മുമ്പ് വീട്ടിൽ ചെല്ലണം. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇത്രയും കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഒരിക്കൽ വരുമ്പോൾ ഇങ്ങോട്ട് വരാനൊരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ അന്നേരം വന്ന് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. അതുവരേക്കും ബൈ.